ഹലോ നമസ്കാരം. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം. 1/5/25 കഥയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനും കനകയും അതുപോലെ ദേവയാനിയും നയനിയും നവ്യൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളെ നന്ദുല്ല, ബാക്കി എല്ലാവരും കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദുവാണ് കഥാപാത്രം. അപ്പോൾ ഗോവിന്ദൻ പറയാം, പണ്ട് നന്ദുവിനെ കനക ഗർഭമുണ്ടായിരിക്കുന്ന സമയത്ത് ഞാനും കനകയും മക്കളും കൂടെ, അതായത് നവ്യ നയനി കൂടെ ഒരു സിനിമയ്ക്ക് പോയി. അപ്പോൾ ആ സിനിമയ്ക്ക് പോയ സമയത്ത് കനകേനെ ചില ആളുകൾ ശല്യം ചെയ്തു. അപ്പോൾ അതിന് ഞങ്ങൾ പ്രതികരിച്ച് അതിൻ്റെ മുകളിൽ ഒരു കേസായി. അന്ന് നന്ദുവിനെ ഗർഭമുണ്ടായിരിക്കും 3 മാസം മറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശല്യം ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ കേസായി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും നമ്മുടെ കനകയെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും, പഴയ കാര്യങ്ങളിങ്ങനെ പറയാം. അപ്പോൾ ശരി, എന്നിട്ട് നോക്കിയാണ് ഇപ്പോൾ ദേവയാനി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചാണ്, ഇനി ജനിക്കാൻ പോകുന്നത് കുഞ്ഞാണായാലും പെണ്ണായാലും അതിനെ കായിക അഭ്യാസങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളത് ഞാൻ പിന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ പിന്നെ മൂന്നാമതും പ്രസവിച്ച പെൺകുട്ടിയായി. അപ്പോൾ ഞാൻ അവൾക്ക് കളരിപ്പയറ്റും അതുപോലെ കരാട്ടയും ഒക്കെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവളെ അങ്ങനെ ഒരു ആൺകുട്ടിയായിട്ട് വളർത്തിയെടുത്തത് എന്നൊക്കെ അങ്ങനെ പറയും. സ്വയരക്ഷയ്ക്കെങ്കിലും ഒരു ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പറയും അത് കാരണം മറ്റേ കരാട്ടയിൽ അവസാനം എന്താണ് കരാട്ടെ മാസ്റ്ററെ വരെ തോൽപ്പിക്കണ വരെ എത്തി കാര്യങ്ങൾ പഠിച്ചിട്ട് അത്ര ഹരമായിരുന്നു അവൾക്ക് പഠിക്കാനും. അങ്ങനെയാണ് പിന്നെ ഈ SIയുടെ ഇതിനൊക്കെ വേണ്ടി കൊടുത്തതെന്നൊക്കെ പറയും. അപ്പോൾ പറയും അവളുടെ അപ്പോൾ നവ്യ എടുത്തൊടിക്കും, നല്ല രസമാണ് അവളുടെ ഡി കാണാമെന്ന് പറയും. അപ്പോൾ കനക പറയും അതെ, ഇവള് കോളേജിൽ പഠിക്കുമ്പോൾ എന്നും ഓരോരോ പ്രശ്നമായിട്ട് അവൾ വരും. എന്നിട്ട് നന്ദുട്ടനെ കൂട്ടിയും കൊണ്ട് പോകും അടിക്കാൻ. എന്നിട്ട് അടിയും തല്ലും ഇതൊക്കെ തന്നെയായിരുന്നു എന്നറിയാം. അപ്പോൾ നയന് പറയും ഒട്ടും മോശമല്ല, നല്ല രസമായിരുന്നു അവളുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ, എന്നും അടിയും വഴക്കും തന്നെയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെല്ലാവരും കൂടെ. പക്ഷേ ഇപ്പോൾ മോളാകെ ഇതായി തണുപ്പായി പോയി. ഇങ്ങനെ അല്ലായിരുന്നു അവൾ, നല്ല സ്മാർട്ടാണ്, അനിയെ കണ്ടതിന് ശേഷമാണ് അവളിങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പറയും എന്താ ചെയ്യുക, പിന്നെ ഒരു രക്ഷയില്ലല്ലോ, പിന്നെ കുട്ടികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടത് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ അനി കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്നുള്ള ഇത് അഭിപ്രായമാണ്. അതായത് ഇപ്പോൾ അനാമികേൻ്റെ കല്യാണം കഴിച്ചു, ഞാൻ അനാമിക അനിയും കൂടി ജീവിക്കട്ടെ, നന്ദു അതിൻ്റെ ഇടയിൽ കയറി ചെല്ലണ്ട, ചർച്ച സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ അകത്തിരിക്കണം. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കുക, അവൻ എന്നെ കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇവരുടെ കണ്ണ് വെട്ടിച്ച് അവൻ്റെ അടുത്തേക്ക് പോകും, അവനാണൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവളങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അനി പുറത്തും കാത്ത് നിൽക്കുകയാണ്. എന്താ അവൾ വരാത്തത്, ഇത്ര മെസ്സേജ് അയച്ചു ഞാൻ, അവളെന്താ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് അനി നിൽക്കുക. അത് കഴിഞ്ഞ് അനി ബൈക്ക് എടുത്ത് നേരെ ഇങ്ങോട്ട് വരികയാണ്. അതായത് നന്ദാവനത്തേക്ക് വരുന്ന സമയത്ത് ദേവയാനിയുടെ കാറ് കാണുമ്പോൾ അവൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. ഇതെന്താ വല്യമ്മ, പിന്നെ വല്യമ്മയുടെ കാർ എന്താ അവിടെ കിടക്കുന്നത്, വല്യമ്മ ഇതിനാണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ അവൻ അങ്ങനെ ചോദിക്കുകയാണ്. വല്യമ്മ അവരായിട്ട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ, എന്തിനിപ്പോൾ അങ്ങോട്ട് വന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് അവനവിടെ നിൽക്കുകയാണ് കേട്ടോ. അത് പിന്നെ കാണിക്കുന്നത് നമ്മളെ ആദർശ് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ജയം വന്നിട്ട് ഇരിക്കണം, എന്താണ് നിനക്ക് പറ്റിയത്, നീ എന്തത്ര വലിയ ആലോചിക്കണേ, എന്താ നിനക്ക് പറ്റിയതെന്ന് വയ്ക്കും. അപ്പോൾ അതൊരു കാര്യമുണ്ട് പറയാം, അമ്മ ഇവിടെ അല്ലല്ലോ അറിയാം, ഇല്ല അയാൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ് അമ്മ എൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അതെന്താണ് അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് എനിക്ക് പറയാം, അതൊക്കെ ഉണ്ട് അമ്മ, മറ്റേത് എന്നെ ഒന്നും ഒളിപ്പിക്കില്ലായിരുന്നു അമ്മ, അപ്പോൾ പക്ഷേ എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന അമ്മ ഇപ്പോൾ എല്ലാം ഒളിപ്പിക്കുന്നത് അവളുടെ കൂടെ കൂടിയിട്ടാണെന്ന് അറിയുമ്പോൾ, നീ ആരെയും ഉദ്ദേശിക്കുന്നത് അറിയും, അച്ഛൻ ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ ഇളയച്ചനെയും കൂട്ടിയിട്ട് മുത്തശ്ശൻ്റെ റൂമിലേക്ക് വരൂ, ഇളയമ്മ അറിയണ്ടെന്ന് പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും സീരിയസ് ആണോ ചോദിക്കുമ്പോൾ അതെ അച്ഛാ സീരിയസ് ആണെന്ന് പറയും. ശരി പറയും. അങ്ങനെ എല്ലാവരും കൂടെ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും, പിന്നെ നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അറിയും. ഉണ്ട് മുത്തശ്ശ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ ഇതായിരുന്നല്ലോ അമ്മ നയനേനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്ന് പറയും ആദർശ്. അപ്പോൾ പറയും അതെ. അപ്പോൾ മുത്തശ്ശൻ പറയും അതെ, സ്നേഹിക്കുന്നില്ല എന്നിട്ട് നല്ല വിഷമമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് അറിയുമ്പോൾ, എന്നാൽ നിങ്ങൾ കേട്ടോളൂ, അമ്മ നയനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയും നയനെയും നല്ല കൂട്ടായി ഇപ്പോൾ എന്നൊക്കെ അങ്ങനെ പറയും. അതിലറിയോ സത്യമാണോ ചോദിക്കുമ്പോൾ അതെ സത്യമാണ്, ആരും പറഞ്ഞല്ല എനിക്കറിയാം, പക്ഷേ എന്താ വെച്ചാൽ
ഇത് നമ്മളൊക്കെ മണ്ടന്മാരാണ് അച്ഛാ, നമ്മളോടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അച്ഛനറിയോ ആ അവാർഡ് സംഘടിപ്പിച്ചത് പോലും അമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും ആ അത് ശരി എന്നറിയും. അപ്പോൾ അജയൻ പറയും അന്ന് പക്ഷേ നയന പോണില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ദേവയാനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണെന്ന് അറിയും കേട്ടോ ജയൻ. അപ്പോൾ പറയാം അജയൻ പറഞ്ഞു അതുമല്ല ആകപ്പാടെ വിരലെടുത്തോണ്ട് നടക്കുമായിരുന്നു എടുത്തി എന്നൊക്കെ പറയും. അപ്പോൾ പറയും അതിന് അവർ തമ്മിൽ സ്നേഹമൊക്കെ നല്ല കാര്യമല്ലായിരിക്കും. അപ്പോൾ ആദർശ് സ്നേഹമായതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ എന്തിനത് മറച്ചു വെച്ചു? ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അവളെ മുന്നിൽ ഒരു വാക്ക് പോലും ഞാൻ മറച്ചു വെച്ചിട്ടില്ല മുത്തശ്ശ, എല്ലാം ഞാൻ അവളോട് തുറന്നു പറയായിരുന്നു. ഇപ്പോൾ അവളും അമ്മയും സ്നേഹമായത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ, എന്നിട്ടും അവളത് എന്തുകൊണ്ടത് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു? എനിക്കതാണ് ദേഷ്യം എന്നൊക്കെ അങ്ങനെ പറയും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അവളോട് അകന്നാലും നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പറയും അത് മോനെ അതിൻ്റെ ഇതില്ലല്ലോ. അമ്മ മിണ്ടാതിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലോ, കാരണം അമ്മയും നയനയും കൂടെ അത്രയും ഇതായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അവൾക്ക് എന്താ പ്രശ്നം, അവൾക്ക് മിണ്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും എന്തൊക്കെ വന്നാലും ഇനി എനിക്ക് അവളോട് നല്ലൊരു നീരസമുണ്ട്, അവളോട് ഇനി അധികം സംസാരിക്കാൻ എനിക്ക് താല്പര്യമല്ല, ഇനി അങ്ങനെ പോട്ടെ. അവൾ എന്തിനാ എന്നിൽ നിന്ന് മറിച്ച് അവൾ എന്നെ ചീറ്റ് ചെയ്യല്ലേ ചെയ്തു, ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തതാണ്, എന്നിട്ടും എന്നോട് എന്തിനാ അവളത് മറച്ചു വെച്ചു, എനിക്കതിൽ നല്ല വിഷമമുണ്ടെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തു പറയും, അത് ജയനും എല്ലാവർക്കും ഭയങ്കര വിഷമമായി ആദർശൻ്റെ വാശി. അപ്പോൾ പറയും മോനെ അത് ക്ഷമിച്ചൂടെ, നല്ല കാര്യമല്ലേ അവർ തമ്മിൽ സ്നേഹിക്കുന്നത്. മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് ഇപ്പോൾ അമ്മ സ്നേഹിക്കുന്നത്. കാരണം സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അമ്മ അപ്പോൾ അവരെ പിന്നാലെ പോണത്. ഇപ്പോൾ ഈ അമ്പലത്തേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ അവളെ വീട്ടിലാവും മിക്കവാറും പോകുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക, പറയും എന്തായാലും ഇനി ഞങ്ങളാരും എന്നോട് നിർബന്ധിക്കരുത് എന്ന് പറയും. പിന്നെ മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്ന് പറയും. അപ്പോൾ പറയും നിന്നെ എനിക്കറിയാം മോനെ, അതുകൊണ്ടല്ലേ ഈ കമ്പനിയും കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പറയും അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ കേൾക്കും അറിയും. അപ്പോൾ ആദർശം അറിയാം അതൊന്നും വേണ്ട, മുത്തശ്ശൻ്റെ കീഴിൽ നിൽക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ മുത്തശ്ശൻ അവളോട് മിണ്ടാൻ പറഞ്ഞ പക്ഷേ ഞാൻ മിണ്ടും എന്നൊക്കെ അങ്ങനെ സംസാരിക്കുക. അവസാനം അവൻ പറയും എന്തായാലും എനിക്ക് നല്ല വിഷമമുണ്ട് അതിൽ പറഞ്ഞിട്ട് അവനങ്ങനെ പോവാണ്. അപ്പോൾ ജയനോട് മുത്തശ്ശൻ പറയണം ആകെ പ്രശ്നമായല്ലോ ജയാന്ന് പറയുമ്പോൾ അവൻ്റെ ദാശി നമുക്ക് അറിയണ്ടല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തമ്മിൽ തന്നെ മാറി, നമ്മളാരും ഇതിൽ ഇടപെടാണ്ട് നിൽക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ഒരു വിഷമമായി തോന്നുള്ളൂ, അതുകൊണ്ട് അവർ തമ്മിൽ തന്നെ മാറ്റിയെടുക്കട്ടെ, അല്ലാണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ആകെ എല്ലാവർക്കും പിന്നെ കൺഫ്യൂഷനായി. എല്ലാവരും ഒരു ഭാഗത്തുനിന്ന് ശരി വരുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് എന്താണ് തൊമ്മനഴിയുമ്പോൾ ചാണ്ടി മുറുകുമെന്ന് പറഞ്ഞ പോലെ. എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമിക പോവുകയാണ് എങ്ങോട്ടോ. അപ്പോൾ ജലജ ചോദിക്കും മോളെ നീ എങ്ങോട്ടാണ് പോണത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചു, ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടെ. ഒരുത്തർ ഇറങ്ങി പോയിട്ടുണ്ട്, അവനോട് ഞാനും കൂടെ വരട്ടെ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ഒരു കൂട്ടമില്ല. എന്നിട്ട് ഇപ്പോൾ ആരും കാണാണ്ട് അടുക്കള വശം വഴിയാണ് അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്, അപ്പുറത്ത് കൂടെയാണ് പോയത്. അപ്പോൾ പറയും മോൾക്ക് അവൻ്റെ കൂടെ പോയിക്കൂടെ, എന്നെ കൊണ്ടുപോകണ്ടേ അമ്മായി, ഞാനെന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ അധികം നാളൊന്നും ഇവിടെ ഉണ്ടാവില്ല, കാരണം അച്ഛനും അമ്മയുടെ അടുത്ത് എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞതാണ് ഞാനെന്നറിയോ, ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. അവൻ എന്നോട് സ്നേഹമില്ല, എനിക്ക് അവനോടും സ്നേഹമില്ല, സ്നേഹിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇരിക്കും അവളെ കാണാം, അവളിന്നിപ്പോൾ പോവല്ലേ, അവൻ്റെ കാമുകിന്ന് പോവല്ലേ, അപ്പോൾ അതിൻ്റെ സങ്കടം കൊണ്ട് അവളോടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. എന്തായാലും ഞാനും പോവാന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ജലജ അങ്ങനെ പറയും ഇപ്പോൾ അധികം കഴിയണതിൻ്റെ മുന്നേ അവൾ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളും, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് വരിക. അപ്പോൾ ദേവയാനി എന്നിട്ട് പറയും മോൾക്ക് പോകാറായില്ലേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വയ്ക്കുമ്പോൾ ആൻറ്റി പോകണം എന്നറിയാം. അപ്പോൾ പറയും മോൾക്ക് വിഷമമാണല്ലേ, മോള് പോണതിന് ഇവർക്കൊക്കെ ഇത്രയ്ക്ക് ഫീലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ എന്നറിയാം. അപ്പോൾ പറയും മോളിപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ SI സെലക്ഷൻ കിട്ടി, ഇനി CIO അങ്ങനെ ഓരോരോ പോസ്റ്റിംഗ് ഇതായി വരും, മോൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നല്ല പൊസിഷനിലിരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, മോളൊരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വേറൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അനി മോളെ തിരഞ്ഞു വരില്ല, വേറൊരു ജീവിതം ഉണ്ടാവില്ലേ. അപ്പോൾ മോളുടെ കല്യാണം ഞാനും ആദർശം കൂടെ മുന്നിലിരുന്ന് നടത്തി തരുന്ന പറയുമ്പോൾ പറയും എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അമ്മയെന്ന് പറയും. അപ്പോൾ ഇത് പറയുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ വിഷമം വരുന്നത്. കാരണം എന്താ വെച്ചാൽ മോള് ഇങ്ങനെ ഇതായിരിക്കുമ്പോൾ എനിക്കും അതിലേറെ സങ്കടമാവില്ലേ എന്നൊക്കെ പറയും. കൊണ്ട് മോള് സമ്മതിക്കണം കല്യാണത്തിന്, എന്തായാലും മോളിപ്പോൾ പോകാൻ നോക്കൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോഴും ഇവളുടെ മനസ്സിൽ ദൈവമേ അവൻ
എന്നെ കാത്തു നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളാണ് അനി. അപ്പോൾ അനി അവിടെ കാത്തുക്കുന്നുണ്ട് പുറത്ത് വെച്ച് കുറച്ച് വിട്ടാണ്. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, പിന്നെ ഇവളെന്താ അങ്ങോട്ട് വരാത്തത്, എന്തിനാണ് വല്യമ്മ അവിടെ വന്നത്, വല്യമ്മയ്ക്ക് അവരൊന്നും ഇഷ്ടമല്ലല്ലോ, എന്തിനാണ് വല്യമ്മ അവിടെ വന്നത്, എത്ര നേരമായി ഞാൻ അവളെ കാത്തു നിൽക്കുന്നത്, അവളെന്താ വരാത്തത്, അവളെന്താ എൻ്റെ ഫോൺ നോക്കാത്തത്, ഞാൻ പിന്നെ വിളിക്കണോ വേണ്ടയോ, മെസ്സേജ് അയച്ചിട്ട് നോക്കുമ്പോഴും യാതൊരു റിപ്ലൈയും കൊടുക്കുന്നില്ല, ഇനി ഒന്നും വേണ്ട ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലി തന്നെ, എന്നാൽ പിന്നെ വല്യമ്മ എന്തിനാണ് വന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈക്ക് കൊടുത്തിട്ട് പിന്നെ ഇവിടേക്ക് വരികയാണ്, ആദർശ് നന്ദാവനത്തേക്ക് വരികയാണ്. എന്നിട്ട് ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഹെൽമെറ്റ് വെച്ചിറങ്ങുമ്പോൾ എന്തിനപ്പോൾ ഞാൻ കള്ളന്മാരെ പോലെ പോണത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് ഹെൽമെറ്റ് അവിടെ ഊരി വെച്ചിട്ട് മെല്ലെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നെ നയനിയും നവ്യയും കനകയും ഗോവിന്ദനും ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ അനി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ അനിയെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെല്ലാവരും മുഖത്തോട്ട് നോക്കുമ്പോൾ അനി നീ എന്താ അവിടെ നോക്കിയിട്ട് എല്ലാവരും, അപ്പോൾ നീ അനിയോ എന്താ മോനെ നോക്കിയാണ് കനക, കാരണം ദേവയാനയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ പറയും ഞാൻ നന്ദുന്ന് പോവല്ലേ, അപ്പോൾ നന്ദു പോകുന്ന യാത്ര അയക്കാൻ വേണ്ടി വന്നതാണ്, നന്ദുനെ കാണാൻ വേണ്ടി വന്നതാണ് പറയുകയാണ് അങ്ങോട്ട് കയറി ചെന്നിട്ട്. അതിൽ ഇവർ അകപ്പാടെ മുഖത്തോട്ട് നോക്കുകയാണ്. അതിപ്പോൾ നന്ദു പോണതിൻ്റെ ടെൻഷനല്ല, ദേവയാനീനെ ഇവൻ കാണില്ലേ അതിൻ്റെ ഒരു ടെൻഷൻ. അത് ഇറങ്ങി നിൽക്കുമ്പോൾ കാണാം ദേവയാനി നന്ദും കൂടെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ഇയാൾ കാണുകയാണ്, അനി കാണുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക, അപ്പോഴേക്കും ദേവയാനി കാണുകയും ചെയ്യും. അനി കണ്ടു, രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. അപ്പോൾ അതാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പത്രമാറ്റ് കാണണം. അതുപോലെ തന്നെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ അതും നിങ്ങൾ കാണണം. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒരു ലൈക്കൊക്കെ തരണേ പ്ലീസ്. അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.